മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനി എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ CMRL തമ്മിലുള്ള ഇടപാട് ദുരൂഹമെന്ന് കേരള രജിസ്ട്രാർ ഓഫ് കമ്പനി വിശദാന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ശുപാർശ നൽകി. 2016-17 മുതൽ തുടർച്ചയായ 3 വർഷത്തെ കണക്കാണ് പരിശോധിച്ചത്. വീണയ്ക്കും എക്സാലോജിക്കും പ്രത്യേക പണം നൽകിയെന്നും ഇതിന് പകരമായി പ്രത്യേകിച്ച് ഒരു സേവനവും CMRL നൽകിയിട്ടില്ലെന്നുമാണ് കണ്ടെത്തൽ. കരിമണൽ കമ്പനിയായ CMRL കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയായതിനാലാണ് കേരള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിഷയം പരിശോധിച്ചത്. CMRLന്റെ 2016-17 മുതൽ തുടർച്ചയായി 3 വർഷത്തെ കണക്കുകളും ഇടപാടുകളും പരിശോധിച്ചു. വീണയ്ക്കും എക്സാലോജിക്കിനും പ്രത്യേകമായി പണം നൽകിയതായി കണ്ടെത്തി. 96 ലക്ഷം രൂപ വീണയ്ക്കു മാത്രം നൽകിയിട്ടുണ്ട്. ഇതിന് വീണയോ അവരുടെ കമ്പനിയോ പ്രത്യേകിച്ച് ഒരു സേവനവും CMRLന് നൽകിയിട്ടില്ല. കൃത്യമായ വിവരങ്ങളോ രേഖകളോ നൽകാനായിട്ടില്ല. നൽകിയ വിവരങ്ങൾ അവ്യക്തവുമാണ്. CMRL, KSIDC, എക്സാലോജിക് എന്നീ കമ്പനികളുടെ കണക്കുകൾ പരിശോധിച്ചാലേ സത്യങ്ങളും വസ്തുതകളും ബോധ്യപ്പെടൂ. അതിനാൽ വിശദ അന്വേഷണം വേണമെന്നാണ് കേരള ROCയുടെ ശുപാർശ. അതേസമയം എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കരുതലോടെ നീങ്ങാനാണ് CPIM തീരുമാനം. തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കുന്ന ROC റിപ്പോർട്ടിനെതിരെ CPIM രാഷ്ട്രീയ പ്രതിരോധം തീർക്കും. 24 തിരുവനന്തപുരം.